ഞങ്ങളെ കുഞ്ചില് കൈയിട്ടവനായിട്ടിരിക്കും ഞങ്ങളെ ശത്രു. ഞങ്ങ പേരിക്കിടെ ഓണിങ്ങനെ കുഞ്ചി കൈയിട്ട് നടക്കുമ്പോ ഓ നന്റെ ചട്ടി ജോസ്തി വെറുതെ കുഞ്ചിക്ക് കൈയിടക വേണ്ടാണ്. അവന്റെ ഒരു നോക്കണമെന്നല്ലേ. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. എന്താ ആമീൻ ചൊല്ലാത്തെ? കുഞ്ചിക്ക് കൈയിട്ടോണ്ട് കൊണ്ടിട്ട് കുടുങ്ങിയത് നെനപ്പാക്കടേറ്റിക്കും ഇപ്പൊ അല്ലേ? ഇത് ഒക്കുമായ വിഷയമേ. കാരണം നന്റെ കുഞ്ഞു കൊറത്ത കൈയിട്ടോ ഇന്ന് അവന്റെ കൊണ്ടിട്ടേ നാ കുടുങ്ങിയോ ഡഗിൽ ബജി അങ്ങനൊക്കെ ചിന്തിക്കണ ആള്. ആരെയും വിശ്വസിക്കാൻ പറ്റൂല. മുത്തുനബി തങ്ങൾ ചൊന്നില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്പകാവിടെ ഒരു ചങ്ങായിയുടെ ലാസ്റ്റ് ടൈമില് കിട്ടില്ല വാലക്കാറാ. നമ്പകാവിടെ ഒരു ചങ്ങായി ഉള്ളല്ലേ, അവന്റെ നമുക്ക് നമ്പ. അങ്ങനത്തെ ചങ്ങായി ഒരാണും ഒരു പെണ്ണും കിട്ടാത്ത ഒരു കാല ലാസ്റ്റ് കാലത്തിൽ വണ്ടിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്പകാവില്ലേ. അതുകൊണ്ടാണ് എന്നും വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പുരുഷന്മാരായാലും സ്ത്രീകളായാലും പല ഭാഗത്തു നിന്ന് വരുന്ന ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് രക്ഷപ്പെടാൻ യാസീൻ സൂറത്തിന്റെ തുടക്കം മുതൽ ഞാൻ ഇപ്പോൾ ഓതി കേൾപ്പിച്ച വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദം വമിൻ ഖൽഫിഹിം സദ്ദം ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ അതുവരെ ഓതിയിട്ട് പോകണം. എന്നാൽ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ ഒരു ശത്രുവിന്റെയും സിഹിർ ഏൽക്കൂല. ഒരു ശത്രുവും നിന്നെ പരാജയപ്പെടുത്താൻ നോക്കിയാലും നടക്കൂല. കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെ, എന്റെ വേല കേൾക്കുന്ന യുവതികളെ, വലിയ സങ്കടത്തോടെ ഞാൻ പറയട്ടെ, ഈ അടുത്ത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പഴയ കാലത്ത് ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടാൽ ആര് ഞങ്ങളെ ആലാട്ട് കേക്കോണായ അകത്യ വന്നോണ്ടിന്നില്ല. പണ്ട് ഒരാള് ആത്മഹത്യ ആക്കിയ വിഷയം കിട്ടിയെങ്കില് ആറ് ഞങ്ങള ആളാ അങ്ങനെ കേക്കണായ ഒരു അകത്യ വന്നോണ്ടിന്നില്ല. എന്തേ കാരണ? പണ്ടത്തെ കാലത്തിൽ ഞങ്ങളെ സമുദായത്തിൽപ്പെട്ട ആരും ജീമ എടുത്തോണ്ടിന്നില്ല, പള്ളി എടുത്തോണ്ടിന്നില്ല. അതേ സമയം ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ സമുദായത്തിൽപ്പെട്ട എത്ര ആളുകളാണ് ആത്മഹത്യ ചെയ്യുന്നത്? ഈ അടുത്ത് കുപ്പട്ടിയിൽ എന്റെ വേല കേൾക്കുന്ന യുവതികൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, സഹോദരിമാർ ഉൾക്കൊള്ളാൻ വേണ്ടി പറയാണ്. ഈ അടുത്ത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. സുബ്ഹാനല്ലാഹ്, ഫാനിൽ തൂങ്ങിയിട്ട് ആത്മഹത്യ ചെയ്തതാണ്. എന്തേ ആത്മഹത്യ ചെയ്യാനുള്ള കാരണമെന്നറിയുമോ പെങ്ങളെ? കാരണം എന്തേ? അവൾ ഏതോ ഒരു ചെറുപ്പക്കാരന്റെ അതേ പ്രണയത്തിന്റെ ചതിയിൽ പെട്ടുപോയതാണ്. ആ ചതിയിൽ അവൾ പെട്ടുപോയി. ശത്രുക്കള് പല ഭാഗത്തു നിന്നും വല വീശു. ആ ചതിയിലൊന്നും പെട്ടുപോകാൻ പാടില്ല. പാപം ഇവളങ്ങ് ആ ചതിയിൽ പെട്ടുപോയി. പിന്നീട് അവൾക്ക് കുറ്റബോധമുണ്ടായി. നന്നാകണമെന്ന് അവൾ ചിന്തിച്ചു. പക്ഷേ ഈ ചങ്ങാതി നന്നാകാൻ വിടൂല. അവൻ പറയാണ്, നീ നന്നാകാൻ ഞാൻ വിടൂല, നിന്നെ എനിക്ക് തന്നെ വേണം. എന്തേ കാരണം? നിന്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം എന്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ ജനങ്ങൾക്ക് കാണിച്ചിട്ട് മൊത്തം സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാം. ഇവളാകെ കുടുങ്ങിപ്പോയില്ലേ പെങ്ങളെ? അവസാനം ഇവൾക്ക് വേറെ ഒരു വഴിയും ഇല്ലാതെയായപ്പോ തൽക്കാലം രക്ഷപ്പെടാൻ അവൾ കണ്ടെത്തിയ വഴി ഒരു ഫാനാണ്. ആ ഫാനിൽ അവളങ്ങ് തൂങ്ങി മരിച്ചു, ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യേണ്ടുന്ന ഒരു ഗതികേട് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്കും വരാതിരിക്കണമെന്ന് ഒരു നല്ല ചിന്തയോടെ ഞാൻ പറയട്ടെ. നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുമ്പോ, കോളേജിന് പഠിക്കാൻ പോകുമ്പോ, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുമ്പോ പല നിലക്കും നിങ്ങളെ വശീകരിക്കാനും നിങ്ങളെ നശിപ്പിക്കാനും പല ശത്രുക്കളും നിങ്ങളെ പിന്നാലെ നടക്കും. ആ ശത്രുവിന്റെ ഒരു
ഒരു പ്രവർത്തനത്തിലും നീ പെട്ടുപോകാതിരിക്കാനാണ് നിന്റെ വീട്ടിൽ നിന്ന് നീ ഇറങ്ങിപ്പോകുമ്പോ യാസീൻ സൂറത്തിന്റെ ആദ്യ ഭാഗം മുതൽ ഇപ്പോൾ ഞാൻ ഓതി കേൾപ്പിച്ച ഫഹും ലാ യുബ്സിറൂൻ അതുവരെ ഒന്ന് ഓതിയിട്ടാണ് നീ നിന്റെ വീട്ടിൽ നിന്ന് പോകേണ്ടത്. എന്നാൽ നിന്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ ഒരു ശത്രുവിനും നിന്നെ കാണൂല. ആ ഒരു ശത്രുവിന്റെ ഒരു കുതന്ത്രവും നിന്നിൽ ഫലിക്കൂല. അതുകൊണ്ടല്ലേ ലോകനേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മഹത്വമുള്ള വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. ആ പുറപ്പെടുന്ന സമയത്ത് വീട്ടിന്റെ പരിസരത്ത് ശത്രുക്കൾ മുഴുവനും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാനാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തങ്ങൾ അവിടുന്ന് ഒരു പിടി മണ്ണങ്ങെടുത്തു. ആ മണ്ണങ്ങെടുത്തിട്ട് അതേ ശത്രുക്കൾ നിൽക്കുന്ന ഭാഗത്തേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. എന്നിട്ടതാ ഈ ആയത്ത് അവിടുന്ന് ഓതുകയാണ്. യാസീൻ സൂറത്തിന്റെ തുടക്കം മുതൽ ഫഹും ലാ യുബ്സിറൂൻ വരെ ഓതുകയാണ്. അങ്ങനെ ഓതിയപ്പോഴാണ് അല്ലാഹു തആല അവരുടെ കാഴ്ചകളെ പിടിച്ചു വെച്ചു. ഫലം യുബ്സിറൂഹു ആ ശത്രുക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ കാര്യമൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഇരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഖുർആനിൽ അല്ലാഹ് പറയാണ് വസവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. എല്ലാവരും നെഞ്ചി നിൽക്കുന്നു. ഇപ്പൊ നിങ്ങൾ എഞ്ചി നിണ്ടാറല്ലേ? നിങ്ങൾ ഒരു പോണ നാട്ടത്തോൽ മാത്രം നവാൽ നിങ്ങ ഇപ്പൊ എഞ്ചി നിണ്ടാറല്ലേ? നിണ്ടാറില്ലേ? നിണ്ടാറ് നിണ്ടിട്ട് ദച്ചാറില്ലേ? ഈ നിണ്ടതും ഈ ദച്ചതും ഇതാറ് പടച്ചേ? നിങ്ങ പടച്ചമ്മ അല്ല പടച്ചമ്മ? ജോറ് ചൊല്ലോർ അതേ ഉത്തര വേറെന്തോ അല്ല. ആറ് പടച്ചേ? അല്ല പടച്ച. അതായിട്ട് ഇക്കിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. നാനിപ്പ നന്റെ കൈ ഇങ്ങനെ പൊക്കിട്ട് ഉമ്മ തെല്ല് കേക്കറുമ്മ പഠിക്കറുമ്മ നാനിങ്ങനെ കൈ ഇങ്ങനെ മേലാക്കിയ ഇപ്പൊ ഈ കൈ ഇങ്ങനെ മേലാക്കിയ ചൊല്ലെ ഈ പ്രവൃത്തി ഇത് ആറ് പടച്ചേ? നാ പടച്ചമ്മ നാ പൊക്കി വെക്കോ? ഇത് പടച്ചതാറ് ഒന്ന് ചൊല്ലോർ നോക്കാം. അല്ലാഹു. അതായിട്ട് ഇക്കിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അതേ ടൈമില് സുന്നത്ത് ജമാഅത്തിനെ പറത്തുപോയ ഒരു വിഭാഗാൽമാറുള്ള അങ്ങനെ പേര് ഖദ്രിയ ഉണ്ടായിട്ടിക്കട. ഖദ്രിയ അങ്ങനെ വാദേന്ദ്രം ഒന്നുണ്ടാ? അങ്ങനെ മനുഷ്യമേ പടക്കടേ, അല്ല അല്ല പടക്കടേ, കൊറിയ അല്ല പടക്കടേ, കൊറിയ മനുഷ്യ പടക്കടേ. അങ്ങനല്ല, എല്ലാം പടക്കുന്നവൻ അല്ലാഹുവാണ്. വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ. നിങ്ങളെ പടച്ചവൻ അല്ലാഹുവാണ്, നിങ്ങളെ മാത്രമല്ല വമാ തഅമലൂൻ. ഖുർആനിൽ അല്ലാഹ് പറയാണ്, നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെയും പടച്ചവൻ അല്ലാഹുവാണ് കേട്ടോ. എന്നാൽ സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തിരിച്ചു പോയ ഒരു വിഭാഗം ആളുകൾ, അവരാണ് ഖദ്രിയാക്കൾ. ആ ഖദ്രിയാക്കളുടെ വാദം എന്താണ്? അവരുടെ പ്രവർത്തനങ്ങളെ പടക്കുന്നത് അവർ എന്നാണ്. അതിന് എതിരായിട്ടുള്ള ആയത്താണ് ഖുർആനിൽ അല്ലാഹ് പറയുന്നത്, വസഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. ഓ നബിയേ, നിങ്ങൾ ജനങ്ങൾക്ക് താക്കീത് നൽകിയാലും ജനങ്ങൾക്ക് നിങ്ങളെ താക്കീത് നൽകിയിട്ടില്ലെങ്കിലോ അവർ ഒരിക്കലും വിശ്വസിക്കൂല. കാരണം തങ്ങളെ താക്കീത് നൽകുന്നുണ്ടെങ്കിലും അവരുടെ വിശ്വാസത്തെ പടക്കുന്നവൻ അല്ലാഹുവാകുന്ന ഞാനാണ് കേട്ടോ. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം.